ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് 19th ഫ്ലോറിന്റെ 15ാമത്തെ എപ്പിസോഡാണ്. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ? എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഹീറോയിനെ, ഫാൻ ബോയിനെ, പിന്നെ ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെയാണ്. അവരാണെങ്കിൽ ആ കമ്പനി മൊത്തം ചുറ്റി നടന്ന് കാണാണ്. കൂടെ മറ്റേ എംപ്ലോയിയും ഉണ്ട്. അപ്പൊ ഇവരാണെങ്കിൽ ആ എംപ്ലോയിയുടെ അടുത്ത് ചോദിച്ചിട്ട് ബോസിന്റെ റൂമൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ബോസിന്റെ റൂം ആ കമ്പനിയിൽ എവിടാന്ന്. അത് മാത്രമല്ല കേട്ടോ, ഈ ഇൻഫ്ലുവൻസർ പെൺകുട്ടി എംപ്ലോയിയുടെ അടുത്ത് പറയാണ്, ഇന്ന് നമുക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ ഒരു റൂം കൊടുക്കണമെന്ന്. അങ്ങനെ എംപ്ലോയി ആണെങ്കിൽ അവർക്ക് റൂമൊന്നും കൊടുക്കുന്നില്ല, പക്ഷേ ആ കമ്പനിയിൽ തന്നെ ഒരു ഹാളുണ്ട്. ആ ഹാളിലോട്ട് കൊണ്ടുവരാണ് അവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ആ ഹാളിലാക്കിയിട്ട് ഈ എംപ്ലോയി പുള്ളിക്കാരന്റെ ജോലി നോക്കി പോവാണ് കേട്ടോ. പക്ഷേ ഈ എംപ്ലോയി ചെല്ലുന്നത് ബോസിന്റെ അടുത്താണ്. അപ്പൊ ബോസ് പറയുന്നുണ്ട് അവരും ഒന്ന് ശ്രദ്ധിച്ചോണം, കുറെ അധികം സെക്യൂരിറ്റി കൂടെ ടൈറ്റ് ആക്കി വെക്കണം. അതായത് ഇവരെങ്ങോട്ടെങ്കിലും ചെന്ന് നോക്കുകയാണെങ്കിലോ ഈ കമ്പനിയുടെ ഇതേ നേരം ആ ബോസ് ഉണ്ടല്ലോ ഇവരെ നിരീക്ഷിക്കുന്നുണ്ട്. അയാളുടെ ഫ്രണ്ടിൽ CCTV-യിലുള്ള സ്ക്രീനിൽ നോക്കിയിട്ട്. ഇതേ നേരം നമ്മുടെ ഹീറോയെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഹീറോയെ ആണെങ്കിൽ കമ്പനിയിൽ നിന്ന് പുറത്തൊന്നും പോയിട്ടില്ല. അവൻ ആ കമ്പനിയുടെ ഉള്ളിൽ തന്നെ നിപ്പുണ്ട്. അവൻ ആ ചിപ്പ് റിമൂവ് ചെയ്യാനുള്ള മെഷീൻ എടുക്കാൻ വന്നേക്കാണ്. അപ്പൊ അവൻ അതിനകത്ത് കയറാനൊന്നും പറ്റിയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഹീറോ നിൽക്കുന്നിടത്തോട്ട് കുറച്ച് സെക്യൂരിറ്റി വരികയാണ്. എന്നാൽ ഈ സെക്യൂരിറ്റി അവനെ കാണുന്നില്ല. ഇതേ നേരം ഈ സെക്യൂരിറ്റി എല്ലാം കൂടെ തിരിച്ചു പോവാണ്. എന്താണെന്ന് അറിയില്ല. അപ്പൊ ഈ ഹീറോ ആണെങ്കിൽ അവര് കാണാതെ പതിയെ ആ റൂമിന്റെ അകത്ത് കയറുകയാണ്. ആ ഫേക്ക് കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടാണ് കയറുന്നത്. പക്ഷെ അത് വർക്ക് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിന്റെ അകത്ത് കയറി പോവാണ്. പിന്നെ എന്ത് പറ്റിയെന്ന് കാണിക്കുന്നില്ല. ഇതിനുശേഷം ഹീറോയിനെയും കൂട്ടരെയും കാണിക്കുകയാണ്. അപ്പൊ ഈ ഹീറോയിനും ഇൻഫ്ലുവൻസർ പെൺകുട്ടിയും ഫാൻ ബോയ് ആണെങ്കിൽ എംപ്ലോയി പോയ ഉടനെ തന്നെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. എന്നിട്ട് വേറെ അങ്ങോട്ടോ പോവാണ്, ബോസിന്റെ റൂമിലോട്ടായിരിക്കും. ഇവർ ഇവിടെ വന്നേക്കുന്നത് തന്നെ ആ കോൺട്രാക്ട് എടുക്കാനാണ് കേട്ടോ. ഇവർക്കൊരു കാര്യം അറിയത്തില്ല. നമ്മളെ റൗഡി പയ്യനാണെങ്കിൽ അവന്റെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തിട്ടില്ലായിരുന്നു. അതായത് അന്ന് സൈൻ ചെയ്യാൻ വന്നപ്പം ആ കോൺട്രാക്ടിന്റെ ഫോട്ടോ അത് ഇവർക്ക് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ആ കമ്പനിയുടെ ഷെൽഫിൽ നിന്ന് തന്നെ കോൺട്രാക്ട് അടിച്ചു മാറ്റാന്ന് വെച്ച് വന്നേക്കുന്നത്. എന്തായാലും അവര് പെട്ടെന്ന് തന്നെ നടന്നിട്ട് ബോസിന്റെ റൂമിൽ വരാണ്. അപ്പൊ ബോസിന്റെ റൂം പതിയെ തുറന്നിട്ട് അതിനകത്ത് നോക്കുമ്പോൾ ഒരു ഇലക്ട്രിക് ഷെൽഫ് ഉണ്ട്. അതായത് പാസ്വേഡ് അടിച്ചാൽ തുറക്കുന്ന ഒരു ഷെൽഫ്. അങ്ങനെ ഹീറോയിന് പാസ്വേഡ് അറിയാം. കാരണം മറ്റേ ഡോക്ടർ ഈ ഷെൽഫിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുത്തായിരുന്നു. ആ ഡോക്ടറിനെ അറിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ ആ ഷെൽഫ് ചെന്ന് തുറക്കുകയാണ് കേട്ടോ. അപ്പൊ തുറക്കുന്ന നേരത്ത് അതിനകത്ത് കോൺട്രാക്ട് ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന കണക്കത്തെ കോൺട്രാക്ട് അല്ല, അത് വെറും വെള്ള പേപ്പറാണ്, അത് കോൺട്രാക്ട് അല്ല. അപ്പൊ അവൾ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന നേരം തന്നെ അലാറം കേൾക്കുകയാണ്. അത് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ശബ്ദത്തിൽ കേൾക്കുകയാണ്. അപ്പൊ ഇവര് വിചാരിക്കും ഇവരെ പിടിക്കാനായിട്ട് സെക്യൂരിറ്റികൾ വരുവാന്ന്. അങ്ങനെ ഇവരെങ്ങനെയൊക്കെ അവിടെ നിറങ്ങി ഓടുകയാണ്. ഇതേ നേരം ബോസിനെ കാണിക്കുകയാണ്. ബോസ് ഇവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവരുടെ പ്രശ്നം കൊണ്ടല്ല അലാറം അടിച്ചത്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ റൂമിലിരുന്ന് എന്തോ ചെയ്ത് ആ ഷെൽഫ് അഴിക്കാനെ കണ്ട നോക്കി. പക്ഷേ ഹീറോയ്ക്ക് അത് പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ അലാറം കേട്ടത്. അപ്പൊ ബോസിനൊന്നും മനസ്സിലായില്ല. ബോസ് ആണെങ്കിൽ ക്യാമറ നോക്കുന്ന നേരം ഹീറോ കയറിയത് ഈ ബോസ് അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ബോസ് ടെൻഷൻ അടിക്കുകയാണ്. പുള്ളിക്കാരന്റെ സിസ്റ്റത്തിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും ഹീറോയിനും ഫാൻ ബോയും ഇൻഫ്ലുവൻസർ പെൺകുട്ടിയും എല്ലാരും കൂടെ ഒരുമിച്ച് കൂടുകയാണ് ഓടുന്ന വഴിക്ക്. അങ്ങനെ എല്ലാരും കൂടെ പുറത്തു നിന്ന് സംസാരിക്കുകയാണ്. ഈ ഹീറോയിൻ അറിയത്തില്ലായിരുന്നു കേട്ടോ ഹീറോ ഇതിന്റെ അകത്തുള്ള കാര്യം, ഇതിന്റെ അകത്ത് കയറാൻ പോകുന്നുള്ള കാര്യം പറഞ്ഞിട്ടുമില്ലായിരുന്നു ഹീറോയിനോട്. അതുകൊണ്ട് തന്നെ ഹീറോയിനോട് നല്ല പിണക്കമുണ്ട്. കാരണം ഹീറോയിൻ വിചാരിച്ചിരിക്കുന്നത് ഹീറോ ഇവരൊരു കവറായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാണ്. അതായത് ഇവര് കമ്പനിയിൽ കയറുന്ന നേരം ഹീറോയ്ക്ക് കമ്പനിക്കാരറിയാതെ ആ മെഷീൻ അടിച്ചു മാറ്റാമല്ലോ. അപ്പൊ പിടിക്കുന്നെങ്കിലും ഹീറോയിനെയൊക്കെ അല്ലേ പിടിക്കത്തുള്ളൂ, ഹീറോനെ പിടിക്കൂലല്ലേ. അങ്ങനെയാണ് ഹീറോയിൻ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹീറോയിനോട് പിണക്കം കാണിക്കുന്നത്. എന്നിട്ട് ഹീറോയിൻ അവിടുന്ന് വഴക്കിട്ട് പോവുകയാണ് കേട്ടോ. ഇതിനുശേഷം ബോസിനെ കാണിക്കുന്നുണ്ട്. ബോസിന്റെ അടുത്ത് ആ എംപ്ലോയി വന്നിട്ട് പറയുകയാണ്, ഇന്ന് എന്തായാലും ഗെയിം കളിക്കാൻ പറ്റത്തില്ല. കാരണം ഹീറോ കയറിയ സമയത്ത് അവൻ ആ ഷെൽഫ് തുറക്കാൻ നോക്കുന്ന നേരം നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം ഡാമേജ് ആയി പോയി. അതുകൊണ്ട് തന്നെ ഇന്ന് അവർക്ക് എന്തായാലും ഗെയിമിലോട്ട് കടക്കാൻ പറ്റത്തില്ല. അപ്പൊ ബോസിന് ഇത് കേട്ടപ്പം ചെറിയൊരു വിഷമവും അമർഷമൊക്കെ ഉണ്ട്, ദേഷ്യമൊക്കെ. അപ്പൊ ബോസ് പറയാണ്, ഇന്ന് എന്തായാലും അവര് റെസ്റ്റ് എടുത്തോട്ട് നമുക്ക് നാളെ പണി കൊടുക്കാന്ന്. അതും നല്ല അമർഷത്തോടെയാണ് പറയുന്നത്. എന്തോ കരുതി വെച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഹീറോ ആണെങ്കിൽ അവന്റെ താമസിക്കുന്ന റൂമിൽ വന്നിട്ട് അവന്റെ ഓൺലൈൻ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുകയാണ്. അതായത് ഇന്ന് പോയ കാര്യം നടന്നില്ല, അവര് പിടിച്ചെന്നും പറഞ്ഞിട്ട്. ഈ ഹീറോ ആണെങ്കിൽ അവന്റെ കയ്യിൽ മറ്റേ സ്മൈലി ഉണ്ട്. അതെങ്ങനെ വന്നെന്ന് അറിയത്തില്ല, ഹീറോയിൻ കൊടുത്തതാണോന്നും അറിയത്തില്ല. അത് പിടിച്ചിട്ട് ഹീറോയിനെ പറ്റി ആലോചിച്ചിരിക്കുകയാണ്. എന്തായാലും ഹീറോ രാത്രി മൊത്തം ഉണർന്നിരിക്കുമല്ലേ. അപ്പം ഈ സമയം കഴിഞ്ഞിട്ടും അവൻ ഗെയിമിലോട്ട് കടക്കുന്നില്ല. അപ്പൊ അതെന്താന്ന് അറിയാനായിട്ട് അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അതിനകത്തോട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ്, ആരെങ്കിലും ഗെയിമിലോട്ട് പോയോ, ഗെയിമിൽ കയറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എല്ലാരും ഉറക്കമായി കേട്ടോ. ബാക്കി എല്ലാരും, ഹീറോ മാത്രമേ എണീറ്റിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പിറ്റന്നാവുകയാണ്. അങ്ങനെ പിറ്റന്ന് എല്ലാരും ഗ്രൂപ്പ് ചെക്ക് ചെയ്യുന്ന നേരം ആരും ഗെയിമിലോട്ട് പോയിട്ടില്ല. കാരണം മറ്റേ സെക്യൂരിറ്റി സിസ്റ്റം കംപ്ലൈന്റ് ആയതുകൊണ്ടാണ്. എന്തായാലും ഹീറോയിൻ ആണെങ്കിൽ ഷോർട്ട് ഹെയറിനെ വിളിച്ചോണ്ട് ബാത്റൂമിലോട്ട് പോവാണ്. കാരണം ഇൻഫ്ലുവൻസർ പെൺകുട്ടി അറിയുകയാണെങ്കിൽ അത് ഗെയിമിലുള്ള ഷോർട്ട് ഹെയർ ആണെന്ന് അറിഞ്ഞാലോ. അതുകൊണ്ട് തന്നെ ബാത്റൂമിലോട്ട് പോവാണ്. അങ്ങനെ ബാത്റൂമിൽ പോയിട്ട് സംസാരിക്കുകയാണ്, നീ ഗെയിമിലോട്ട് കടന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതേ നേരം ഷോർട്ട് ഹെയർ പറയും, ഞാനും ഗെയിമിൽ പോയില്ല, വേറെ ആരും ഗെയിമിൽ പോയില്ല, എന്താ സംഭവം എന്ന് അറിയത്തില്ല.
ഇതേ നേരം തന്നെ ഇൻഫ്ലുവൻസർ പെൺകുട്ടി എണീക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടി എണീറ്റിട്ട് വിചാരിക്കുകയാണ് എന്താണ് ഗെയിമിലോട്ട് പോകാത്തതെന്ന്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ സൈഡിൽ ആരുമില്ല. അങ്ങനെ ഹീറോയിനെ വിളിക്കുമ്പം ഹീറോയിൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുവാണ് കേട്ടോ. കൂടെ ഷോർട്ട് ഹെയറും ഉണ്ട്. അപ്പൊ ഷോർട്ട് ഹെയറും ഹീറോയിനും ബാത്റൂമിൽ ഒരുമിച്ച് എന്തോ ചെയ്യുന്നതെന്ന് ഈ ഇൻഫ്ലുവൻസർ പെൺകുട്ടിക്ക് ഒരു ഡൗട്ട് ആവുകയാണ്. ആരായിരുന്നാലും ഡൗട്ട് അടിക്കത്തില്ലേ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ബാത്റൂമിൽ പോയാൽ. ഇതിനുശേഷം ഹീറോയെ കാണിക്കുകയാണ് കേട്ടോ. ഹീറോന്റെ അമ്മ വിളിച്ചിട്ട് അവര് നിൽക്കുന്ന ഒരു സ്ഥലത്തോട്ട് വരാൻ പറയാണ്. അതായത് അവിടെ ചെന്ന് സെറ്റിൽ ആവാൻ. പക്ഷെ ഹീറോയ്ക്ക് ഇവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഞാൻ വലുതായി, എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കുന്ന ഇഷ്ടമെന്നും പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ്. മാനിയായിട്ടാണ് കേട്ടോ പറയുന്നത്, അമ്മയെ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും അല്ല പറയുന്നത്. അങ്ങനെ അമ്മ ഇതിനെ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ഹീറോ വേറൊരു സ്ഥലത്തോട്ട് വരുവാണ് കേട്ടോ. അവിടെ ആണെങ്കിൽ ഈ കമ്പനിയുടെ VR ഉണ്ടാക്കുന്നതിന്റെ ചെറിയ ചെറിയ കോമ്പണൻസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അവിടെ ചെല്ലുകയാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടുത്തെ സിഇഒനെ കാണാനാണ് വിചാരിക്കുന്നത്. അവിടെ സീൻ കെട്ടായിട്ട് അടുത്ത സീനില് ഫാൻ ബോയ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഫാൻ ബോയുടെ തൊട്ട് ഫ്രണ്ടിൽ കുറെ മുത്തശ്ശിമാര് ഇരുന്നിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാ ക്ലാസ് ഇങ്ങനെ. ഇപ്പോഴാണ് ഫാൻ ബോയ് ഒരു കാര്യം ഓർക്കുന്നത്. എന്താണെന്നറിയാമോ? അതായത് റൗഡി പയ്യൻ മരിക്കണേന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഗെയിമിൽ മരിക്കണേന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അമുൽ പയ്യന്റെ കൂട്ടുകാരൻ പയ്യന്റെ ഇവർ രണ്ടുപേരെയും മുത്തശ്ശി ഒരാളാണ് കേട്ടോ, അവരുടെ മുത്തശ്ശീനെ നോക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓർക്കുകയാണ് ഫാൻ ബോയ്. ഇതിനുശേഷം വീണ്ടും ഹീറോനെ കാണിക്കുകയാണ്. ഹീറോ ആ കമ്പനിയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ അവിടത്തെ ബോസ് അങ്ങോട്ട് വരാണ്. അത് വേറെ ആരുമല്ല, അത് സീനിയർ പെൺകുട്ടിയുടെ അച്ഛനാണ്. അപ്പൊ അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇത്രയും പഠിച്ചതല്ലേ, എന്തായാലും ടീച്ചറായിട്ടുള്ള ജോലി റിസൈൻ ചെയ്യും, നിനക്ക് ഇവിടെ നല്ലൊരു ജോലി ഒപ്പിച്ചു തരാം. ഇതേ നേരം പെട്ടെന്ന് തന്നെ താഴെ നിന്ന് കുറെ അലപ്പ് കേൾക്കുകയാണ്. അങ്ങനെ ചെന്ന് നോക്കുമ്പം അത് വേറെ ആരുമല്ല കേട്ടോ, അത് ഹീറോയിന്റെ മുത്തശ്ശിയാണ്. മുത്തശ്ശി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. മുത്തശ്ശിയുടെ മോൻ ഇവിടാണ് വർക്ക് ചെയ്തത്, മുത്തശ്ശിയുടെ മോനെ കാണാനില്ല, ചെറുമോളുടെ കോളേജ് ഫീസ് ഒന്നും അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പൊ ഹീറോ ചെന്ന് സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ, ആരെയില്ല എന്ന് പറഞ്ഞിട്ട്. ഇതേ നേരം ബോസ് വന്നിട്ട് പറയാണ്, അതായത് മുത്തശ്ശിയുടെ മോൻ ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയിട്ട് കുറെ നാളായെന്ന്. എന്തായാലും ഹീറോയും മുത്തശ്ശിയും കൂടെ ആ കമ്പനിയുടെ പുറത്ത് വരികയാണ്, ബോസിന്റെ അടുത്ത് സോറിയും പറഞ്ഞിട്ട്. ഇതേ നേരം തന്നെ അങ്ങോട്ട് ഹീറോയും വരുവാണ് കേട്ടോ. ഹീറോയും വന്നിട്ട് മുത്തശ്ശിയെ പിടിക്കുകയാണ്. എന്നാൽ മുത്തശ്ശി കൈ തട്ടി മാറ്റുകയാണ്. എന്നിട്ട് ഹീറോനെയും പിടിച്ചോണ്ട് വാടാ മോനെ നമുക്ക് പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോനെയും വിളിച്ചോണ്ട് അവരുടെ വീട്ടിൽ പോവാണ് കേട്ടോ. പക്ഷെ ഹീറോയിന്റെ അടുത്ത് പിണക്കമല്ലേ, എന്നാലും കൂടെ പോവാണ്. എന്തായാലും അവര് വീട്ടിലിരിക്കുന്ന നേരം ഈ മുത്തശ്ശിയാണെങ്കിൽ ചായ എടുക്കാൻ പോവാണ് കേട്ടോ. പക്ഷേ കപ്പ് കാണുന്നില്ല. അപ്പൊ ഈ മുത്തശ്ശി തപ്പുന്ന നേരം ഹീറോയാണ് കപ്പ് എടുത്ത് കൊടുക്കുന്നത്. ആ കപ്പ് തൊട്ടടുത്ത ഷെൽഫിലുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോൾ ഹീറോയിന്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് പറയാണ്, പുറത്തോട്ട് വാ, ഒരു കാര്യം പറയണമെന്ന്. മുത്തശ്ശി അവിടെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ പുറത്ത് വന്നിട്ട് ഹീറോയിൻ പറയാണ്, നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല, എന്നാലും നമ്മളെ ഒരു കവചമാക്കിയിട്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, എന്റെ അടുത്തൂടെ പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. തുടക്കം തൊട്ടേ നിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, നീ ഭയങ്കര മിസ്റ്റീരിയസ് ആണ്, നിന്നെ കുറിച്ച് ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല എന്ന് ഹീറോയിൻ പറഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് പിണങ്ങി പോവാണ് കേട്ടോ. അതായത് ഹീറോയിൻ ഒട്ടും വിശ്വാസമില്ല ഇപ്പോഴത്തെ സ്റ്റേജിൽ. അപ്പൊ ഹീറോയിൻ പോയ ശേഷം ഹീറോ ആണെങ്കിൽ അവിടെ നിൽക്കുകയാണ്. തൊട്ട് ഫ്രണ്ടിൽ കായലോ തോടോ എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. കയ്യിൽ മറ്റേ സ്മൈലി ഉണ്ട് കേട്ടോ. ആ സ്മൈലി എടുത്ത് വെച്ചിട്ട് പഴയ ഫ്ലാഷ് ബാക്ക് ഓർക്കുകയാണ്. അതായത് ഹീറോ ഇവിടെ താമസിച്ച ഒരാളാണ്. അപ്പൊ അവന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് കുട്ടിക്കാലം. അപ്പൊ ഈ കുട്ടി ഹീറോ ആണെങ്കിൽ അവിടെ നിന്നിട്ട് അവന്റെ അച്ഛന്റെ കള്ള് കുപ്പിയിലെ കള്ള് തറയിൽ ഒഴിച്ചു കളയാണ്, ലിക്കർ. അങ്ങനെ ഒഴിക്കുന്ന നേരം ഹീറോയിൻ ഓപ്പോസിറ്റ് നിന്ന് നോക്കുന്നുണ്ട്, അവൻ എന്തായി കാണിക്കുന്നതെന്ന് വെച്ചിട്ട്. ഇതേ നേരം ഹീറോന്റെ അച്ഛൻ അങ്ങോട്ട് വരികയാണ് കേട്ടോ. അച്ഛൻ വന്നിട്ട് ഹീറോനെ അടിക്കുകയാണ്, എന്നിട്ട് പിടിച്ചോണ്ട് പോവുകയാണ്. ഇതിനുശേഷം ഫ്ലാഷ് ബാക്ക് തന്നെയാണ്, എന്നാലും ഹീറോയുടെ മുഖത്ത് മൊത്തം നീരായിട്ടുണ്ട്. അച്ഛൻ അടിച്ചവനെ നന്നായിട്ട് ആ കള്ള് കുപ്പി എടുത്ത് കളഞ്ഞുകൊണ്ട്. അപ്പൊ ഈ ഹീറോ ആണെങ്കിൽ ഏതോ കെട്ടിടത്തിന്റെ മണ്ടേന്ന് ചാടി ചാവാൻ നിൽക്കുകയാണ്. അപ്പൊ ഹീറോയിനാണ് ഇവനെ വന്നിട്ട് രക്ഷിക്കുന്നത്. എന്നിട്ട് അവന്റെ കയ്യിൽ ആ സ്മൈലി വെച്ചിട്ട് ഒരു അച്ച് പതിപ്പിച്ചു കൊടുക്കും, ഒരു ചിരിക്കുന്ന അച്ച്. അത് മാത്രമല്ല മുഖത്തും വെച്ചു കൊടുക്കും. എന്നിട്ട് അവനോട് എപ്പോഴും ചിരിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഹീറോയ്ക്ക് ആദ്യം ഹീറോയിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് പുള്ളിക്കാരിയാണെന്നും അങ്ങനെയാണെന്നൊക്കെ അറിയാമായിരുന്നു. പക്ഷെ ഹീറോ അവളുടെ അടുത്ത് ചെന്ന് മിണ്ടിയൊന്നുമില്ല കേട്ടോ. ഹീറോയിന് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. എന്തായാലും ഇതിനു ശേഷം ഫാൻ ബോയെ കാണിക്കുകയാണ് കേട്ടോ. ഫാൻ ബോയ് ആണെങ്കിലും മുത്തശ്ശിയുടെ അടുത്ത് വന്നേക്കുകയാണ്. റൗഡി പയ്യന്റെയും ബാക്കിയുള്ള അമുൽ പയ്യന്റെയും കൂട്ടുകാരൻ പയ്യന്റെയും മുത്തശ്ശിയുടെ അടുത്ത്. എന്നിട്ട് മുത്തശ്ശിയോട് സംസാരിക്കുന്ന നേരം മുത്തശ്ശിക്ക് ഒരു ഫ്രൂട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് പൈസ വേണ്ടെന്ന് പറഞ്ഞിട്ടും മുത്തശ്ശി പോയിട്ട് ഫോൺ എടുത്തോണ്ട് വരാണ്, ഗൂഗിൾ പേ ചെയ്തു തരാന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് മുത്തശ്ശിയുടെ ഫോണല്ല, അത് റൗഡി പയ്യന്റെ ഫോണാണ്. റൗഡി പയ്യന് കൂട്ടുകാരൻ പയ്യൻ കളഞ്ഞിട്ട് പോയ ആ ഫോണില്ല, ആ ഫോണാണ്. അതിനകത്താണ് മറ്റേ കോൺട്രാക്ടിന്റെ ഫോട്ടോ ഉള്ളത്. അപ്പം ഫാൻ ബോയ് അതെടുത്ത് നോക്കുന്ന നേരം ആ കോൺട്രാക്ടിന്റെ ഫോട്ടോ കാണുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് ബായും പറഞ്ഞിട്ട് ഇത് ഹീറോയിന്റെ അടുത്തും ഇൻഫ്ലുവൻസർ പെൺകുട്ടിയുടെ അടുത്തും ചെന്ന് പറയുകയാണ്, ഇത് കണക്ക് കോൺട്രാക്ടിന്റെ ഫോട്ടോ ഉണ്ട്, നമ്മൾ കമ്പനിയിൽ പോകേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെ അവരെല്ലാരും കൂടെ ആ കമ്പനിയിലോട്ട് പോകാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. പക്ഷെ ഹീറോയിന് വലിയ താല്പര്യമില്ല. ഹീറോയിൻ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. ഇതേ നേരം ഹീറോ ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് ഹീറോ പറയാണ്, ഞാൻ അറിയാതെ ചെയ്തതാ, ഒരിക്കലും ഞാൻ നിങ്ങൾ അങ്ങനെ കവചമായിട്ട് യൂസ് ചെയ്തതല്ല. എന്തായാലും കമ്പനിക്കാർ നമ്മളെ ഒന്നും ചെയ്യത്തില്ല, കാരണം നമ്മുടെ തലയിൽ ചിപ്പുണ്ട്. അത് മാത്രമല്ല നമ്മളെ കൊല്ലുവാണെങ്കിൽ പിന്നെ അവർ ആരെ വെച്ചിട്ട് ഗെയിം കളിപ്പിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ
ഇത് ക്ഷമിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം അവരെല്ലാരും കൂടെ TNG സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ആ കമ്പനിയിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങളുടെ ബോസിനെ വിളിച്ചോ, ഇല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇതേ നേരം അങ്ങോട്ട് മാനേജർ വരുന്നുണ്ട് കേട്ടോ. മാനേജർ വരുന്ന നേരത്ത് മാനേജർ പറയും ബോസ് ബിസിയാണ്. ഇതേ നേരം ഹീറോ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അതായത് ഹീറോ മറ്റേ VR ഉണ്ടാക്കുന്ന കമ്പനിയിൽ പോയില്ലായിരുന്നു അവിടുത്തെ കോമ്പണൻസ് നോക്കാൻ. അപ്പൊ അവിടെ ചെന്ന നേരത്ത് അവിടുത്തെ ബോസിന്റെ റൂമിൽ ഒരു ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ അതായത് ഈ മാനേജറും അങ്ങേരി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. സാധാ ഒരു മാനേജർ അത്രയും വലിയ കമ്പനിയിലെ ഒരു ബോസിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അതേ നേരം തന്നെ ഹീറോയ്ക്ക് മനസ്സിലായിരുന്നു ഇയാള് മാനേജർ അല്ല, ഇയാളാണ് ഈ കമ്പനിയുടെ ബോസ് എന്ന്. അതായത് ഈ മാനേജറാണ് ഈ കമ്പനിയുടെ ബോസ്. പക്ഷെ പുള്ളിക്കാരൻ അത് മറച്ചു വെച്ചേക്കാണ്, എന്താണെന്നറിയില്ല. അപ്പൊ ഇതെല്ലാം കേട്ട സമയത്ത് ഈ മാനേജർ സമ്മതിക്കുകയാണ് പുള്ളിക്കാരനാണ് ഈ കമ്പനിയുടെ ബോസ് എന്നും പറഞ്ഞിട്ട്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. പിന്നെ ഗൈസ്, എനിക്ക് നല്ല പനിയുടെ ആരംഭമുണ്ട്. മിക്കവാറും ഇനി 2 ദിവസത്തേക്ക് വീഡിയോ കാണത്തില്ല. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. എന്നാ പിന്നെ ഓക്കെ, ബൈ.